ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു കുർത്തിയുടെ നെക്കിൽ മിറർ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ചെറിയ മിറേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വലിയ മിററും എടുത്തിട്ടുണ്ട്. ഈ മിറേഴ്സ് ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലൂ ആണ്. ഈ 6000 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സാധാരണ ക്രാഫ്റ്റ് ഗ്ലൂവിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ മിറേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് നോക്കാം. ഒരു കറക്റ്റ് ഡിസ്റ്റൻസിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. എല്ലാം കറക്റ്റ് ഡിസ്റ്റൻസിൽ വെച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് നമുക്കത് ഈ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഈ ഗ്ലൂ ഏകദേശം ഉണങ്ങാൻ ഒരു അരമണിക്കൂറൊക്കെ വേണ്ടു. അത്രയും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ബാക്കി വർക്കൊക്കെ ചെയ്യാം. ഇതിങ്ങനെ ഒരു മാല പോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് വലിയ മിറർ ഇതിൻ്റെ തൊട്ട് താഴെ സെൻട്രലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കും. ഈ മിറർ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ പേൾ വർക്കാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പേളും കൂടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. മിറർ ഒട്ടിക്കുന്ന സമയത്ത് ഈ നെക്കിൻ്റെ അടിയിലായിട്ടൊരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ ഗമ്മ് താഴെ പോയിട്ട് താഴത്തെ ക്ലോത്തുമായിട്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പേപ്പറാകുമ്പോൾ നമുക്കത് ഒട്ടിപ്പിടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് പറിച്ച് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ എല്ലാ മിറേഴ്സും ഞാൻ അതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഈ ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി. അതിന് ശേഷം ബാക്കി വർക്ക് ചെയ്യാം. ഇത് ഉണങ്ങിയതിന് ശേഷം ഞാനൊരു എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഇതുപോലെ ഫിക്സ് ചെയ്തു. ഇനി നമുക്കിതിൽ ഓരോ മിററിനും ചുറ്റും പേള് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. വളരെ സിമ്പിളാണ് ഇത്. എംബ്രോയ്ഡറി ഒന്നും പഠിക്കണ്ട, ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ പേൾസാണ്. ഇത് ഒരുപാട് ചെയിനായിട്ട് കിട്ടും. ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങി വെക്കാം. അല്ലാത്തവർക്ക് ചെറിയ പാക്കറ്റിലും കിട്ടും ഇതുപോലത്തെ പേൾസ്. അപ്പോൾ ഞാനിത് ബൾക്കായിട്ട് വാങ്ങിയതാണ്. ഇനി ഓരോ പേളും ഇതുപോലെ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഈ ഓരോ മിററിന് ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വലിയ മിററിന് ചുറ്റും ഞാൻ ഈ പേള് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുപോലെ ബാക്കി മിറേഴ്സിന് ചുറ്റും ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നെക്ക് ഡിസൈൻ. അപ്പോൾ ആദ്യം കണ്ട നെക്കും ഈ നെക്കും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ കാണാൻ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ മിറർ വർക്ക് നിങ്ങൾക്ക് സാരിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് മോളുടെ ഉടുപ്പിൽ ചെയ്ത ഒരു മിറർ വർക്കാണ് ഈ കാണുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.